ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരാൻ പോകുന്നത് ഓട്ടോകാഡിൽ നമുക്കൊരു പ്ലാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 700 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ സ്കെച്ച് ഞാൻ വരച്ചിട്ടുണ്ട്. റഫായിട്ടുള്ള സ്കെച്ചാണ് വരച്ചേക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഡ്രോയിങ് ഞാൻ റൈറ്റ് സൈഡിൽ വരച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ഡ്രോയിങ് ഉദ്ദേശിക്കുന്നത് ലെയേഴ്സ് യൂസ് ചെയ്തു, ഡയമെൻഷൻ യൂസ് ചെയ്തു, ടെക്സ്റ്റ്, അതായത് എന്തൊക്കെ റൂംസ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് യൂസ് ചെയ്തു. പിന്നെ ചെറിയൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സും കാര്യങ്ങളും ഞാൻ എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. സോ ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് ഒരു നോർമൽ ലൈൻസ് യൂസ് ചെയ്ത് വരച്ചേക്കുന്ന ഒരു പ്ലാനാണ് ഇപ്പോൾ ഇതിനകത്ത് ഉള്ളത്. ജസ്റ്റ് സിംഗിൾ ലൈൻസ് യൂസ് ചെയ്ത് വെച്ചിരുന്ന പ്ലാനാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കൊരു കാര്യം കൂടി ചെക്ക് ചെയ്യാം. നമുക്കിതിന് സെൻറ്റിമീറ്റർ തന്നെയാണോ ഈ ഒരു ഡ്രോയിങ് ഫയലുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അതിനായിട്ട് ടൈപ്പ് ചെയ്യേണ്ടത് UNITS. നിങ്ങൾക്ക് താഴെ കാണാം UNITS യൂണിറ്റ്സ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനകത്ത് സെൻറ്റിമീറ്റർ തന്നെയാണോ കൊടുത്തേക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇതിനകത്ത് ഞാൻ സെൻറ്റിമീറ്റർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സോ അത് ഓക്കെ കൊടുത്തു. ഇനിയിപ്പോൾ എന്തായാലും സെൻറ്റിമീറ്റർ ആയ സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഭിത്തിയും കാര്യങ്ങളെല്ലാം സെൻറ്റിമീറ്റർ തന്നെയാണോ എന്നുള്ളത്. സോ അതിനായിട്ട് ഞാൻ DI എൻ്റർ അടിച്ചു. ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ഭിത്തി വെച്ചാണ് ഞാൻ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും കറക്റ്റാണ്. ഇനി നമുക്ക് സ്പീച്ചിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് വൺ ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. നമുക്ക് ഇതിനകത്തുള്ളത് കംപ്ലീറ്റ് ഡ്രോ ടൂൾസ്, ഇതിനകത്തുള്ളത് കംപ്ലീറ്റ് മോഡിഫൈ ടൂൾസ്, ഇതിനകത്തുള്ളത് കംപ്ലീറ്റ് ഡയമെൻഷൻസിൻ്റെ കാര്യങ്ങളും, ഇതിനകത്തുള്ളത് ലേയേഴ്സ്. നമുക്ക് ഇതാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ലേയേഴ്സും കാര്യങ്ങളും, ഇൻക്ലൂഡിങ് ബ്ലോക്സ്, പ്രോപ്പർട്ടീസ് ടൂൾസ്. ഇത്രയും ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒരു സംഭവം കൂടിയുണ്ട്, യൂട്ടിലിറ്റീസ് ടൂളും കൂടി നമ്മൾ എടുക്കുന്നത് ഒന്ന് മെഷർ ചെക്ക് ചെയ്യാനായിട്ട്, പിന്നെ ഒന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള പോയിന്റ് സ്റ്റൈൽ മാറ്റാനായിട്ട്. കാരണം ഇപ്പോൾ നമുക്ക് പോയിന്റ് കൊടുത്താൽ ജസ്റ്റ് ഒരു ഡോട്ട് വരും, അപ്പോൾ ലൈൻ്റെ മീതൊരു പോയിന്റ് കൊടുത്തതിനെ കാണത്തില്ല. സോ യൂട്ടിലിറ്റീസ് കൊണ്ടുവന്ന് പോയിന്റ് സ്റ്റൈൽ മാറ്റി ഡോട്ട് എന്നുള്ളത് മാറ്റി നമുക്ക് വേറെ എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്തതിനാൽ നമുക്ക് എവിടെയൊക്കെ ഡോട്ട് കൊടുത്തുണ്ടോ, ഫോർ എക്സാമ്പിൾ ഞാൻ പോയിന്റ് POINT ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ടാ. പോയിന്റ് ഇപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. നേരത്തെ ആണെങ്കിൽ പോയിന്റ് സ്റ്റൈൽ ഡോട്ട് ആയതുകൊണ്ടാണ് വിസിബിൾ ആവില്ല, ബട്ട് അവിടെ പോയിന്റ് അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ആ ലൈൻ്റെ മീതെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ ലൈൻ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തുടങ്ങാം. ആദ്യമേ ലെയർ പ്രോപ്പർട്ടീസിനകത്ത് ഞാൻ ഒരുപാട് ലെയേഴ്സ് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ജസ്റ്റ് ഒരു ബേസിക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമുക്ക് തുടങ്ങാനുള്ള ഒന്ന് വോള്, വിൻഡോ, പിന്നെ വോളിലെ ഹാച്ച്, ഇൻസൈഡുള്ള ഹാച്ച്, പിന്നെ വരുന്നത് ഫർണിച്ചർ ലേഔട്ട്, പിന്നെ ഡയമെൻഷൻ ലേഔട്ട്, പിന്നെ ഒരു ടെക്സ്റ്റും വേണം, ടെക്സ്റ്റ് ലേഔട്ട്. ഈ ഇത്രയും ലെയേഴ്സ് നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലെയർ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഹിയർ ഇവിടെ കാണിക്കുന്ന ലെയർ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ആവും. ഈ ടൂൾ ബോക്സിനകത്ത് ഈ കാണുന്ന ഐക്കൺ ന്യൂ ലെയർ Alt-N അഥവാ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ഒന്നുകിൽ Alt-N പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ലെയർ 1 എന്നുള്ള ഓർഡർ ഉള്ളതുകൊണ്ടാണ് ലെയർ 2 മുതൽ സ്റ്റാർട്ട് ആയത്. അടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ലെയർ 3 വരും, വേറെ ക്ലിക്ക് ചെയ്താൽ ലെയർ 4. അപ്പോൾ 1 by 1 ലെയേഴ്സും ആഡ് ആവും. നമുക്ക് പേര് കൊടുത്താൽ മതി, എന്ത് ലെയേഴ്സ് വേണമെന്നുള്ളത്. F2 നോക്കി കഴിഞ്ഞാൽ നമുക്കത് റീനെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പേര് നിങ്ങൾക്കത് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും എനിക്കത്ര ലെയേഴ്സ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ എന്തായാലും ഇതെല്ലാം ലേയേഴ്സ് ആക്കുന്നതിന് മുമ്പായിട്ട് എനിക്കിതിന് എല്ലാത്തിനും ഒന്ന് ബൗണ്ടറി ചെയ്യണം. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത് സിംഗിൾ ലൈൻസ് ആണ്. സോ എനിക്ക് എല്ലാത്തിനും ഒറ്റ ലൈൻ ആക്കാം. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ജോയിൻ എന്നാണ് പറയുന്നത്, എൻ്റർ അടിക്കുക. അപ്പോൾ ഇത് ബൗണ്ടറി ആയിട്ടുണ്ടാവും. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ BO എൻ്റർ അടിക്കുക, പിക്ക് പോയിന്റ് എടുക്കുക. ഇതിൻ്റെ ഇന്നർ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. പക്ഷേ ഇത് ചെയ്യുന്നതും വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ കൊടുക്കുമ്പോൾ ആ കാണുന്ന കംപ്ലീറ്റ് ലൈൻസ് എത്ര ലൈൻസ് ഉണ്ടോ ആ കംപ്ലീറ്റ് ലൈൻസ് കമ്പൈൻ ചെയ്യുന്നത്, അതായത് ജോയിൻ ആയെന്നേ ഉള്ളൂ. പക്ഷെ ബൗണ്ടറി എന്ന് പറയാൻ നേരത്തും ജോയിൻ എന്ന് പറയാത്ത വ്യത്യാസം വെച്ചാൽ ഞാൻ രണ്ടും മൂവ് ചെയ്ത് കാണിക്കുന്നതാണ്. ജോയിൻ ചെയ്യുന്നതിന് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള ലൈൻസിൻ്റെ മീതെ വേറെ ഒരു ലൈൻസ് കമ്പൈൻ ചെയ്യുന്നതാണ്. അതായത് വേറൊരു ഗ്രൂപ്പായിട്ടുള്ള ലൈൻസ് എന്ന് വെച്ചാൽ പോളി ലൈൻ പോലെ ഒരു ലൈൻ അതിൻ്റെ മീതെ വരുന്നതാണ്. ഇതിപ്പോൾ നോർമൽ ലൈൻസും ഇതാണ് ബൗണ്ടറി ആയ ലൈൻസും. പക്ഷേ ഇത് നമ്മൾ ജോയിൻ ചെയ്തതുകൊണ്ട് ഡയറക്റ്റ് വന്നു. രണ്ടും എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ എല്ലാം സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്യലെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ വോൾ ലെയർ സെലക്ട് ചെയ്തിട്ട് BO എൻ്റർ അടിക്കുക, പിക്ക് പോയിന്റ് കൊടുത്തു. ഇനി ഓരോ വോൾസിൻ്റെയും
ഇന്നർ സെലക്ട് ചെയ്ത് ഒന്ന് എൻ്റർ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്താ ഡയറക്റ്റ് ആ ബൗണ്ടറി ചെയ്തത് സെപ്പറേറ്റ് ഒരു ലെയറിലേക്കായി. അപ്പം നമുക്ക് ഇതിനെ മൂവ് ചെയ്ത് മാറ്റി, അതായത് ഇത്ര മെഷർമെൻറ്റിലേക്ക്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മേളിൽ കാണിക്കുന്നുണ്ട് എത്ര 800, 900, 1000. ഞാൻ 1000ലേക്ക് മൂവ് ചെയ്തു. തൊട്ട് താഴെ കാണുന്ന ലൈൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഇതേ ബൗണ്ടറി ചെയ്ത ലൈൻസ് തിരിച്ച് 1000ലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താ അപ്പോൾ താഴെ വേറെ ലൈൻസ് ഒന്നും ഉണ്ടാവില്ല, എനിക്ക് ആ വോളിന് ലെയറിൽ കിട്ടുകയും ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരുപാട് വരച്ചു പോയിട്ടാണ് ബൗണ്ടറി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തഡായിരിക്കും നല്ലത്. അതല്ല ആദ്യമേ വരച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ഡയറക്റ്റ് ലെയർ ചെയ്തിട്ട് നമുക്ക് പോളിലൈൻ യൂസ് ചെയ്ത് ഭിത്തി വരക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ലൈൻസ് വരച്ചിട്ട് സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്താണെങ്കിൽ ചെയ്യാമെന്ന്. പക്ഷേ സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്താലും ലെയർ ആവത്തില്ല. വോൾ ലെയർ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും. പിന്നെ വോൾ ലെയർ സെലക്ട് ചെയ്ത് വെച്ചേക്കണം. വോൾ ലെയർ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ജെൻഡർ അടിച്ചാൽ പോലും ജോയിൻ ആയിട്ടുണ്ടാവും, അത് ബൗണ്ടറി ആയിട്ടുണ്ടാവും, ബട്ട് അത് ലെയറിലായിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് ചെയ്തിട്ട് അത് വീണ്ടും ലെയറിൽ കൊണ്ട് ക്ലിക്ക് ചെയ്താലേ അത് ലെയർ ആവത്തുള്ളൂ. അതിന് പകരമായിട്ടുള്ള ഈസി വേ ആണ് ഞാൻ പറഞ്ഞത്. ബൗണ്ടറി ചെയ്യുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ബൗണ്ടറി ലെയറിലാണ് നമ്മൾ എടുത്തിട്ട് ബൗണ്ടറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ലെയറിലാണ് വെച്ചിട്ട് നമ്മൾ ബൗണ്ടറി ചെയ്യണമെങ്കിൽ ആ ലെയറിലേക്കായിരിക്കും ആ ഡ്രോയിങ്സ് ഡയറക്റ്റ്ലി പോകുന്നത്. സോ ഞാൻ ഇത് എല്ലാ വോൾസും ചെയ്യുന്നുണ്ട്. നമുക്കൊരു 4ഉം 5ഉം വരെയൊക്കെ വോൾ ചെയ്താൽ മതി. കാരണം ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ ഫയലും ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതെല്ലാം റീഡിങ് ആവും. ഈ ഒരു ഡ്രോയിങ് മാത്രമല്ല, എൻ്റയർ ഡ്രോയിങ് കൂടി റീഡിങ് ആവും ഇതിൻ്റെ ഒപ്പം. അതുകൊണ്ട് ചെയ്യാൻ നേരത്തെ ഒരു ലിമിറ്റ് വരെ ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. വീണ്ടും ഡബിൾ എൻ്റർ അടിച്ചാൽ മതി ബൗണ്ടറി ടൂൾ തന്നെ വരും. കാരണം റീസെൻറ്റ് ഫയൽ എന്തായാലും ഓപ്പൺ ആവും, റീസെൻറ്റ് ടൂൾ എന്തായാലും വരും. സോ 1000ലേക്ക് ഞാൻ മൂവ് ചെയ്തു, ഇതിനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനെ തിരിച്ച് ഞാൻ 1000ലേക്ക് തന്നെ കൊണ്ടുവെക്കുന്നുണ്ട്. സോ നമുക്കിവിടെ വോൾ ലെയർ കംപ്ലീറ്റ് ആയി. അതായത് വോളിൻ്റെ ഒറ്റ ലൈൻ മാത്രം നമുക്ക് ജസ്റ്റ് ഡബിൾ ലെയർ നമുക്ക് വേണ്ടതെങ്കിലും ഒറ്റ ലൈൻ വെച്ചിട്ടുള്ള വോള് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. എൻ്റെ 2 cm ഓഫ്സെറ്റിൻ്റെ ഒന്നിട്ട് പറഞ്ഞുതരാം. ഓ അടിക്കുക, ഓഫ്സെറ്റ് ഓൾറെഡി ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. സോ എൻ്റർ അടിക്കുക. എന്നിട്ട് എത്ര സെൻറ്റിമീറ്റർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 cm കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക, അകത്തേക്ക് തന്നെ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ക്ലിക്ക് ചെയ്യാത്തത് മാക്സിമം സൂം ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. കാരണം നിങ്ങൾ അകത്തേക്ക് കൊടുക്കുന്നത് ഇതിന് തൊട്ടിപ്പുറത്തെ വോളിൻ്റെ പുറത്തേക്ക് പോയാൽ അത് ഔട്ടർ ലൈനിലേക്ക് പോകുള്ളൂ, ഇന്നറിലേക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിച്ചത് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആ വ്യത്യാസം വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം. ഇതിപ്പോൾ എന്തായാലും വിൻഡോസിൻ്റെ ഇത് വരക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. സാധനം വിൻഡോസ് വരക്കുന്നുണ്ട്. ജസ്റ്റ് റെക്റ്റാങ്കിൾ യൂസ് ചെയ്താണ് ഞാൻ വരക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും, കാരണം എല്ലാം ജോയിനഡ് ആയിരിക്കും വരുന്നത്. സോ റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് ലെയർ ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് വരക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വിൻഡോ ലെയറിൽ തന്നെ ട്രാക്കിംഗ് അയക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വിൻഡോസും ഞാൻ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു വേരിയേഷൻ കാണിച്ചില്ല. ഓഫ്സെറ്റ് കൊടുത്തു, ഇപ്പോൾ 2 cm എൻ്റർ അടിച്ചു. ഞാൻ ഇവിടെ നിന്ന് സൂം ഔട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കണ്ട എങ്ങോട്ടാണ് പോയേക്കണം നോക്കി, ആ ഇതിൻ്റെ പുറത്തേക്കാണ് പോയേക്കുന്നത്. ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മാക്സിമം സൂം ചെയ്തിട്ട് തന്നെ അകത്തേക്ക് വരയ്ക്കണം. ഒരു ചെറിയ വ്യത്യാസം മതി. ഇപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ വിൻഡോൻ്റെ പുറത്തേ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വോൾ വേണ്ടത് വോളിൻ്റെ അകത്തേക്ക് തന്നെയാണ് ആ ഓഫ്സെറ്റ് വരേണ്ടത്. അത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. മാക്സിമം സൂം ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സോ ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ആയി. ഇനി ഈ കാണുന്ന വിൻഡോസിന് നിങ്ങളെ വിൻഡോ പോലെ വരക്കണമെന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ അത് വിൻഡോൻ്റെ ഒരു കട്ടില എന്നുള്ള രീതിയിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ട്, കട്ടിലയുടെ രീതിയിലാണ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ഇടാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് തൽക്കാലം ഇപ്പോൾ 4 പാളി വിൻഡോ, ഇപ്പോൾ 1 2 3 4 പാളിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടല്ലോ. ഇപ്പോൾ 1 2 3 4 4 ഷട്ടേഴ്സ് ഉണ്ട്. സോ 4 പാളി വിൻഡോ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ നോർമലി വരക്കണമെന്നാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ 4 പാളിയായിട്ട് തന്നെ ലൈൻസ് യൂസ് ചെയ്ത് മിഡ് പോയിൻ്റ് എടുത്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 പാളി ഡിവൈഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നടക്കുന്ന സെൻറ്റർ ടു സെൻറ്റർ ലൈൻ ക്രോസ് ചെയ്ത് തന്നെ ഉണ്ട. ഇതിപ്പോൾ 4 പാളി വിൻഡോ ആയിട്ട് നമുക്ക് കണക്കുക. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ DIV എൻ്റെ ലൈൻ സെലക്ട് ചെയ്യുക. സോറി, ഇത് റെക്റ്റാങ്കിൾ ആണ്, നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഞാൻ ഒരു ലൈൻ സെപ്പറേറ്റ് വരക്കുന്നുണ്ട്. DIV
എൻ്റർ. ആ ലൈൻ സെലക്ട് ചെയ്തു, 3 ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് ആ ലൈനെ 3 ഡിവൈഡ് ചെയ്തേക്കണം. കണ്ടില്ലേ? ഇപ്പോൾ ഇതിൽ 3 പാളിയായിട്ട് നമുക്ക് മാർക്കിങ് ആയി. ഇവിടെ ഇതൊരു ഔട്ടർ ഡോറാണ്, സോ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു 2 പാളിയാണ്. ഇവിടെ ലൈൻ മാത്രം വരച്ചാൽ മതി. ഇവിടെ ഒരു 2 പാളി. ഞാൻ എല്ലാം ഷോർട്ട് കീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നും ഈ വിൻഡോസിലേക്ക് നിൽക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വിൻഡോസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോർസും കൂടി പ്ലേസ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഓൾറെഡി ഡോർസ് എല്ലാം വരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഞാനതിനെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഡോർസും ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മിസ്സിങ് ഉള്ളത് ഹാച്ചാണ്. നമുക്ക് ഹാച്ച് കൊടുക്കാം. സോ ഞാൻ ഹാച്ച് ലെയർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വോൾ ഹാച്ച്. സോ ഹാച്ചിൻ്റെ ടൂൾ എടുക്കാനായിട്ട് എച്ച് എൻ്റർ. ഹാച്ച് ടൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാം ആ ഡ്രോ ടൂൾസും മോഡിഫൈ ടൂൾസും എല്ലാം പോയി. ഇപ്പോൾ ഹാച്ചിൻ്റെ സെറ്റിങ്സാണ് വന്നേക്കുന്നത്. നമുക്ക് 1 by 1 ഹാച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു വോൾ 1 2 3 ഞാൻ എപ്പോഴും ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുള്ളൂ. കാരണം എനിക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ 4 വോൾസ് മാത്രമേ ഡിലീറ്റ് ആവത്തുള്ളൂ, എൻ്റെ വോൾ പോകത്തില്ല. സോ ഞാനൊരു ലിമിറ്റ് വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നത് ബോളിൻ്റെ ഹാച്ച് തന്നെ കൊടുക്കണം. ഇതിപ്പോൾ ജസ്റ്റ് സിംഗിൾ ലൈൻ ഉണ്ട്, ഇതിപ്പോൾ ആംഗുലർ ഉണ്ട്. അതേപോലെ നമുക്ക് ഡബിൾ ലൈനാണ് വേണ്ടത്. ഡബിൾ ലൈൻ കൊടുക്കുന്നുണ്ട്. ഡബിൾ ലൈൻ സ്കെയിൽ ഓക്കെ 1 സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെയാണ്. എൻ്റർ അടിച്ചു, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എഗെയിൻ ഒന്നും കൂടി ഹാച്ച് ചെയ്യണം. സോ എച്ച് എൻ്റർ. ഞാൻ ഈ കാണുന്ന 1 2 3 ഈ 4 വോൾ ഞാൻ കൊടുത്തു. എൻ്റർ അടിച്ചു. എഗെയിൻ 1 2 3 4 നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഈ കാണുന്ന എല്ലാ വോൾസും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ സ്ട്രക്ചർ ഡ്രോയിങ് ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിലും ഒന്നും ചെയ്യാനില്ല. ഇനി ടെക്സ്റ്റാണ് നമുക്ക് എന്തൊക്കെ എവിടെയൊക്കെ വന്നേക്കെന്നുള്ള ടെക്സ്റ്റാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. സോ ആദ്യം പോലെ പോവാം. ഒന്ന് ഡോറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് വൺ, ഈ ഡോറിന് ഇതെന്ത് ഡോറാണ്, ഏത് വിട്ടിലെ ഡോറാണ് അത് മെൻഷൻ ചെയ്യണം. സോ ഡി മെയിൻ ഡോർ ആയതുകൊണ്ട് വേണമെങ്കിൽ MD എന്ന് ടൈപ്പ് ചെയ്യാം. അത് മെയിൻ ഡോർ MD എന്ന് ടൈപ്പ് ചെയ്യാം. അതല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് D1 എന്ന് പേര് കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് എല്ലാം സെലക്ട് ആവും. ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ് മാറിയാൽ നിൽക്കുന്നത് ഞാൻ ഏരിയയിലാക്കുന്നുണ്ട്. ഓക്കെ, ഏരിയൽ D1. ഇതിന് ഞാൻ D1 എന്ന് കൊടുത്തു. D1 എന്ന് കൊടുത്തേക്കുന്നത് ടെക്സ്റ്റ് ലെയറിൽ തന്നെയാണ് കൊടുക്കുന്നത്. സോ ടെക്സ്റ്റ് ലെയർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ലെയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡോറെന്ന് പറയുന്നത് ഈ ഒരു ഡോറിൻ്റെ മെഷർമെൻറ്റ് 100 സെൻറ്റിമീറ്ററാണ് കൊടുത്തേക്കുന്നത്. സോ D1 എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ അടുത്തൊരു ഡോസ് ഉണ്ട്. സോ ഈ ഡോറിനെ ഞാൻ സെലക്ട് ചെയ്തു, കോപ്പി കൊടുത്തു. CO എൻ്ററാണ് കോപ്പി. ഇവിടെ ഒരെണ്ണം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏത് ഡോറാണ് നമുക്ക് ചെക്ക് ചെയ്യാം. 100 ആണെങ്കിൽ മാത്രമേ D1 കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇത് 90 ആണ് വന്നേക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡോറ് 90 സെൻറ്റിമീറ്ററാണ് വന്നേക്കുന്നത്. സോ നമുക്കിതിനെ D2 എന്ന് മാർക്ക് ചെയ്യാം. ഇതും 90 സെൻറ്റിമീറ്ററാണ്. അതിനെ D2 എന്ന് മാർക്ക് ചെയ്യാം. ഇത് 90 ആണ്. സോ അതിനെ D2 എന്ന് മാർക്ക് ചെയ്തു. സോ ഈ കാണുന്ന ഡോറ് ടോയ്ലറ്റ് ഡോറാണ്. സോ എന്തായാലും മെഷർമെൻറ്റ് ചെറുതാക്കി നമുക്ക് ചെക്ക് ചെയ്യാം. 90 ആയിരിക്കില്ല, അതൊരു 75 ഉള്ളൂ. സോ നമുക്കിത് D3 എന്ന് ഞാൻ കൊടുത്തില്ല. കാരണം എന്തായാലും ഇതിനിടയ്ക്ക് വേറെ ഡോസ് ഒന്നും വന്നിട്ടില്ല. D1 100, D2 90, D3 75. ഈ 3 മെഷർമെൻറ്റിലെ ഡോസേ വന്നിട്ടുള്ളൂ. അടുത്ത് നമുക്ക് വിൻഡോസും ഇതേപോലെ മാർക്ക് ചെയ്യാം. സോ വിൻഡോ വരാൻ നേരത്ത് ഇതിപ്പോൾ 3 പാളി വിൻഡോ ആണ്. സോ W3 എന്ന് മാർക്ക് ചെയ്യാം. അടുത്തത് 2 പാളിയാണ്. സോ W2 എന്ന് മാർക്ക് ചെയ്തു. സോ വെന്റിലേറ്റർ V കൊടുത്താൽ മതി. ഇത് W2.
ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാ വിൻഡോസും ഡോസിൻ്റെയും മെഷർമെൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്കിനിപ്പോൾ ഡയമെൻഷനാണ് മാർക്ക് ചെയ്യുക. സോ ഡയമെൻഷനിലേക്ക് കിടക്കാം. ഇനി ഏതൊക്കെ റൂംസ് ആണെന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യണം. സോ ആ ഒരു ടെക്സ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. സോ ടെക്സ്റ്റ് തന്നെ ഞാൻ എപ്പോഴും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡയമെൻഷനിലേക്ക് മാറുന്നില്ല. ടെക്സ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇത് ഏത് റൂമാണെന്നുള്ളത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. സോ റെക്റ്റാങ്കിൾ ടി എൻ്റർ അടിച്ചു, റെക്റ്റാങ്കിൾ വരച്ചു. അതിനകത്ത് ഇതിപ്പോൾ പാരൻസ് ബെഡ്റൂം എന്നാണ് ഞാൻ മെൻഷൻ ചെയ്തേക്കണം. സോ പി ബെഡ്റൂം, പാരൻസ് ബെഡ്റൂം 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഏരിയയിൽ തന്നെ ആക്കുന്നുണ്ട് ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, സോ അത് പി ബെഡ്റൂം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. ഇത് എത്ര മെഷർമെൻറ്റിലാണ് ഈ റൂം വന്നേക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ നേരത്ത് ഈ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. സെക്കൻഡ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് ഹൈറ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ ചെക്ക് ചെയ്യുന്നത് DI അടിച്ചിട്ടാണ്. DI എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വോൾ തൊട്ട് ഈ വോൾ വരെ 324 എന്നുള്ള മെഷർമെൻറ്റാണ് വന്നേക്കുന്നത്. സോ എൻ്റെ 324 സെൻറ്റിമീറ്റർ ഇൻറ്റുവിന് എക്സ് ടൈപ്പ് ചെയ്താൽ മതി. ഇൻറ്റു അടുത്ത വോൾ നമുക്ക് ചെക്ക് ചെയ്യാം. DI എൻ്റർ, ഇവിടെ തൊട്ട് ഈ വോൾ വരെ 408 ആണ് വന്നേക്കുന്നത്. സോ 408 സെൻറ്റിമീറ്റർ. ഇതിനെല്ലാത്തിനും സെലക്ട് ചെയ്ത് നമുക്ക് സെൻട്രലൈസ് ചെയ്യാം. ഇവിടെ സെൻറ്റർ ഉണ്ട്, സെൻറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് കോർണർ ഉണ്ട്, റൈറ്റ് കോർണർ ഉണ്ട്. സോ ഞാൻ സെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് കാണാൻ കുറച്ച് ബെറ്ററായി. ഇനി നമുക്ക് ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇനിയും ഫോർമാറ്റും ഹൈറ്റും കൊടുക്കണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് തന്നെ ഈ ഒരു കൊടുത്തേക്കുന്ന ടെക്സ്റ്റ് തന്നെ എല്ലായിടത്തേക്കും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ എഡിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ഡൈനിങ് ഏരിയ, ഇവിടെ ലിവിങ് ഏരിയ, ഇതൊരു ടോയ്ലറ്റ്, ഇത് കിച്ചൺ. KIT എൻ്റർ അടിച്ചു. മെഷർമെൻറ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് മെഷർമെൻറ്റ് ചെക്ക് ചെയ്യാം. DI എൻ്റർ, 288 ഹൈറ്റും കൂടി നോക്കണം ഞാൻ. 276. സോ 288 276 അത് മാർക്ക് ചെയ്തു. ഇനി ഇതിന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം ഈ ലെങ്ത് എന്താണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടി, ഇവിടെ നിന്ന് കിട്ടിയാണ് 288 എന്നുള്ളത്. സോ നമുക്ക് ഈ ഒരു ലെങ്ത് ഹൈറ്റ് മാത്രം മാർക്ക് ചെയ്താൽ മതി. 564 ആണ് ഹൈറ്റ്. സോ 564 ഇത് തൊട്ട് മുകളിൽ കാണാം 288 എന്നുള്ളത് സെയിം ആയിരിക്കും. ഇവിടെയും അതേപോലെ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു ലിവിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഡൈനിങ് ഏരിയ മാർക്ക് ചെയ്തിരിക്കുക. NING ഡൈനിങ് ഏരിയ എൻ്റർ. ഇതൊരു ലിവിങ് ഏരിയ ആണ്. സോ ലിവിങ് ഏരിയ എൻ്റർ. ലിവിങ് ഏരിയ മാർക്ക് ചെയ്തു. ഈ കാണുന്ന ലെങ്ത്തും നമുക്ക് മേളിൽ തന്നെ സെയിം ആയിരിക്കും. കാരണം ഞാൻ ഒറ്റ ബോളായിട്ട് ഒരേ ലെവലിലെ ബോളായിട്ട് വരച്ചേക്കുന്നത്. 324 നമുക്കിവിടെ കിട്ടി. നേരത്തെ മാർക്ക് ചെയ്ത് 324 തന്നെയാണ്. സോ നമുക്ക് ഹൈറ്റ് മാർക്ക് ചെയ്താൽ മതി. ഹൈറ്റ് നോക്കിയാൽ മതി. അതിനകത്ത് ഹൈറ്റ് വരുന്നത് 432 ആണ്. സോ 432 എന്നുള്ള മാർക്ക് ചെയ്യുക. 324 എന്നുള്ള സെയിം ആണ്. ഇവിടെയും ചെറിയ വ്യത്യാസം വരും, കാരണം ഇവിടെ ഒരു വാഷ് ഏരിയ കയറിയിട്ടുണ്ട്. സോ ഇത് 254 135 ആണ്. 254 ആൻഡ് 135 254 അത് മാർക്കായിട്ടുണ്ട്. 135 എപ്പോഴും ഹൈറ്റ് വരുന്നത് സെക്കൻഡ് ആയിരിക്കണം, ലെങ്ത്ത് വരുന്നതായിരിക്കണം ഫസ്റ്റ്. കൺഫ്യൂഷൻ ആവാതെ നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് ലെങ്ത്ത് ആയിരിക്കണം, സെക്കൻഡ് ഹൈറ്റ് ആയിരിക്കണം. കാരണം നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നേരത്ത് നമ്മളങ്ങനെ പഠിക്കുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ REC എൻ്റർ അടിച്ചു, റെക്റ്റാങ്കിൾ വരച്ചു, D എൻ്റർ അടിച്ചു. പിന്നെ ഫസ്റ്റ് കൊടുക്കുന്ന മെഷർമെൻറ്റ് 254 എൻ്റർ 135 എൻ്റർ കേട്ടോ. വന്നത് ഏതാണ് 254 ആണ് ലെങ്ത്ത് ആണ് ആദ്യം വന്നേക്കുന്നത്. സെക്കൻഡ് കൊടുത്ത മെഷർമെൻറ്റ് ഹൈറ്റ് ആയിട്ട് വന്നു. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഡയമെൻഷൻ മാർക്ക് ചെയ്യുന്നത് അതേ മെത്തേഡിൽ തന്നെ മാർക്ക് ചെയ്യാൻ ആരും തിരിച്ചു കൊടുക്കരുത്. അതായത് ഫസ്റ്റ് 135 × 254 എന്നാലും മെൻഷൻ ചെയ്യരുത്. നിങ്ങൾ മെൻഷൻ ചെയ്യാൻ നേരത്തെ എപ്പോഴും ഡയമെൻഷൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. DLI ഡയമെൻഷൻ ലീനിയർ. ഈ ഒരു ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തു, ഈ ഒരു ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തു. ടെക്സ്റ്റ് കാണാൻ പറ്റുന്നില്ല എനിക്കറിയാം. സോ ഞാൻ അതിനെ ടെക്സ്റ്റ് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. D എൻ്റർ മോഡിഫൈനകത്ത് ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് ഞാൻ 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 8 സെൻറ്റിമീറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ക്ലോസ്. ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം. ഇത് 254 അതാണ് ഈ ലെങ്ത്ത്. 135 അതാണ് ഈ സെക്കൻഡ് കൊടുത്തേക്കുന്നത്. അത് ഹൈറ്റ് എപ്പോഴും സെക്കൻഡ് ആയിരിക്കണം, ലെങ്ത്ത് എപ്പോഴും ഫസ്റ്റ് ആയിരിക്കണം.
ഞാൻ ആദ്യമേ നേരത്തെ പറഞ്ഞല്ലോ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിൻ്റെ ആ ഒരു സെയിം മെത്തേഡ് നമ്മൾ ചെയ്യണം. ഇതൊരിക്കലും ആരും തിരിച്ച് ടൈപ്പ് ചെയ്യരുത്. 135 × 254 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കരുത്. കറക്റ്റ് ഇതേ മെത്തേഡ് തന്നെ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. ആരും തെറ്റിക്കാൻ നിൽക്കരുത്. വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞുതരാം. റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ D എൻ്റർ 254 എൻ്റർ 135 എൻ്റർ കണ്ടാ വന്നേക്കുന്നത് ലെങ്ത്താണ് ആദ്യം വരുന്നത്. ഞാൻ വേണമെങ്കിൽ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഒരു കാണിച്ചു തരാം. 135 എൻ്റർ 254 എൻ്റർ എങ്ങനെ വന്നേക്കുന്നത് നോക്കിയേ, കണ്ടില്ലേ? ഇതിലേതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യുക, എന്നിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. ഓക്കെ, സോ ഈ മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഇപ്പം നമുക്ക് എന്തായാലും ഡയമെൻഷൻ്റെ ഡീറ്റെയിൽ കിടക്കാം. ഇപ്പം ഡയമെൻഷൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഡയമെൻഷൻ മാർക്ക് ചെയ്ത് വെച്ചാൽ തന്നെ ലൈൻ്റെ മേളിലും നിങ്ങൾക്കൊരു വിസിബിൾ ആകാത്ത രീതിയിലുള്ള ഒരു ടെക്സ്റ്റും ഫോണ്ട് സ്റ്റൈലുമാണ് വന്നേക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ ഡീറ്റെയിലേക്ക് കിടക്കാം. D എൻ്റർ ടൈപ്പ് ചെയ്തു ഡയമെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ എന്നുള്ള ടൂൾ ബോക്സ് വന്നു. അതിനകത്ത് iOS 25 വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണിക്കും iOS 25 തന്നെയാണോ എന്നുള്ളതാ. ISO 25 എന്ന് തന്നെ ആണെന്നുള്ളത് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് D എൻ്റർ അടിച്ചു ISO 25 എന്നുള്ളതിനെ ഓപ്പൺ ചെയ്തു. മോഡിഫൈ ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് ലൈൻസ് തന്നെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ എപ്പോഴും വരക്കാത്തുള്ളത് ഒരു ഗ്രേയിൽ വെച്ചിട്ടാണ് ഞാൻ വരക്കുന്നത്. അതായത് ലൈൻസ് എല്ലാം ഗ്രേയും ടെക്സ്റ്റ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് റെഡും ആണ് എൻ്റെ ഒരു തീം. നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാനാണ്, ഞാൻ ആരെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഓരോരുത്തരും ഇഷ്ടത്തിന് കൊടുക്കാം. ഇപ്പോൾ ഡോട്ടഡ് ലൈൻസ് ആണ് ഞാൻ എപ്പോഴും വരക്കാറുള്ളത്. കാരണം എനിക്ക് നോർമൽ വരച്ചേക്കുന്ന ആ ഒരു ലെയറും ലേഔട്ടും കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളും ഡയമെൻഷനിൽ നിന്ന് മാറി നിൽക്കണം. ഡയമെൻഷൻ ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഡോട്ടഡ് ലൈൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ അടുത്തത് എൻഡി വരുന്നത് നമുക്ക് എന്താ പറയുക, ആരോ വേണോ ക്രോസ് വേണോ എന്നാണ് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ക്രോസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ 8 കൊടുക്കുന്നുണ്ട്. കാരണം ടെക്സ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് 10 cm ആയതുകൊണ്ട് ഞാനത് 8 ഇട്ടു. അതല്ല ടെക്സ്റ്റ് ഞാനിപ്പോൾ 8 കൊടുക്കുന്നെങ്കിൽ അതിനേക്കാളും ചെറിയ മെഷർമെൻറ്റ്, അതായത് ടെക്സ്റ്റ് എപ്പോഴും പലതും ആരോസൈസ് എപ്പോഴും ചെറുതും എന്ന രീതിയിൽ വേണം നിങ്ങൾ വരയ്ക്കാൻ. പിന്നെ ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ ഓൾറെഡി പറഞ്ഞ റെഡാണ് കൊടുക്കാറുള്ളത്. സോ ടെക്സ്റ്റ് കളർ ഞാൻ റെഡ് കൊടുത്തിട്ടുണ്ട്. ഫിൽ കളർ ഒന്നും വേണ്ട. ഇത് എബോവ് എന്നുള്ളത് സെൻറ്റർ ആക്കുക. സെൻറ്റർ ആയിക്കണേ ലൈൻ്റെ സെൻറ്ററിൽ തന്നെ വരും, ലൈൻ്റെ മേളിൽ വരില്ല. സോ അതും കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആരോസിൽ വേറെ ഒന്നുമില്ല, ടെക്സ്റ്റിൽ വേറെ ഒന്നുമില്ല. ഈ കാണുന്ന ഇത്രയും മാത്രം കറക്റ്റ് ചെയ്താൽ മതി. പിന്നെ .0 മാത്രം ആഡ് ചെയ്യുന്നത്. .000 എന്ന് ഒരുപാട് പോകാമെന്നുണ്ടാ. ജസ്റ്റ് ഒരൊറ്റ യൂണിറ്റ് എക്സ്ട്രാ വന്നാൽ മതി. ഓക്കെ കൊടുത്തു. സെറ്റ് കറണ്ട് ക്ലോസ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് കാണാം. ഡോട്ട് ലൈൻ വന്നിട്ടുണ്ട്, സെൻറ്റർ ആയിട്ടുണ്ട്. ഈ ഫോണ്ട് സ്റ്റൈലും കൂടി നമുക്ക് മാറ്റാം. സോ ഒന്നുകൂടി ഞാൻ D എൻ്റർ അടിച്ചു മോഡിഫൈ എടുത്തു. ടെക്സ്റ്റിനകത്ത് ഈ സ്റ്റാൻഡേർഡിൻ്റെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് TXT ഫോർമാറ്റ് വന്നേക്കുന്നത് A ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയൽ. ഓക്കെ, സെറ്റ് കറണ്ട് യെസ്, ക്ലോസ്. ഓക്കെ, സെറ്റ് കറണ്ട് ക്ലോസ്. ഓക്കെ, ഇപ്പം നമുക്ക് ഡയമെൻഷൻ കൂടി ഭംഗിയായിട്ടുണ്ട്. 254 135 നമുക്ക് എടുത്ത് കാണാം സൂം ഔട്ട് ചെയ്താലും. ഇപ്പോൾ ഒരു A4 സൈസ് ഷീറ്റിൽ പ്രിൻ്റ് എടുത്താൽ പോലും നമുക്ക് ടെക്സ്റ്റ് വിസിബിൾ ആയിരിക്കും. ഇപ്പോൾ ഡോട്ട് ലൈൻ വന്നേക്കുന്നതുകൊണ്ട് അത് ഡയമെൻഷൻ ആണ് എന്നെടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് എല്ലാം ഡയമെൻഷൻ മാർക്ക് ചെയ്യാം. സോ DLI എൻ്റർ. ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്തു, ഹൈറ്റ് മാർക്ക് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഇന്നേഴ്സിൻ്റെ 1/1 വോൾസ് മെഷർ ചെയ്ത് പോകണമെങ്കിൽ ഞാൻ ഇപ്പോൾ ആദ്യത്തെ വോൾ ഞാൻ മെഷർ ചെയ്തു. DCO ടൈപ്പ് ചെയ്താൽ മതി. DCO എന്ന് പറയുമ്പോഴത്തേക്ക് ഡയമെൻഷൻ കണ്ടിന്യൂ എന്ന അർത്ഥം. സോ നമുക്ക് 1/1 വോൾസിൻ്റെ ഡയമെൻഷൻസ് ഇതേപോലെ മാർക്ക് ചെയ്ത് പോകാം. ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ? ഇതേപോലെ മാർക്ക് ചെയ്ത് പോവാം. നമുക്ക് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നർ മെഷർമെൻറ്റ്സ് എല്ലാം കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പെൻഡിങ് ഉള്ളത് ഫർണിച്ചർ ഡീറ്റെയിലിംഗ് മാത്രമാണ്. ഫർണിച്ചേഴ്സ് ഇതൊക്കെ ഞാൻ ഓൾറെഡി വരച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോ പഴയ ഫയൽസിൽ നിന്ന് ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. വരച്ച് മേക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് കാണിച്ചിരുന്നത്. സോ ഇതിനകത്ത് വാഷ് ഏരിയ, വാഷിൻ്റെ ടെക്സ്റ്റ്, അതേപോലെ ടോയ്ലറ്റിൻ്റെ ടെക്സ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ 1/1 കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ ആണെങ്കിൽ സോഫ ഉണ്ട്.
സോഫ, അതേപോലെ ക്രോക്കറി അല്ല, പ്രയർ യൂണിറ്റ് ആണ്. ടൈപ്പ് ചെയ്തിട്ട് തെറ്റിപ്പോയതാണ്ടത്. സോ പ്രയർ, ഓക്കെ, പ്രയർ യൂണിറ്റ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വരച്ചനുണ്ടാക്കുക. വരക്കാനത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഫർണിച്ചേഴ്സ് വരക്കാനത് ഫർണിച്ചർ ലെയർ തന്നെ വെച്ച് വരക്കുക. അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എന്തായാലും വോള് മാത്രം മതി. എനിക്ക് ഇതിൻ്റെ ഒരു 3D ലേഔട്ടാണ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നമുക്ക് 3D Max കൊണ്ടുപോയി അത് എക്സ്ട്രൂഡാണ് ചെയ്യേണ്ടത്. എങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് എന്തായാലും വോളിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു വോൾ നമുക്ക് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വോളിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെറിയ കട്ടിങ് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു കിച്ചൻ്റെ മെഷർമെൻറ്റ് ചിലപ്പോൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ എഡിറ്റിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെത്തേഡാണ്. ഞാനിപ്പോൾ ഫർണിച്ചർ ലെയർ ഓഫ് ചെയ്തു, ഹാച്ച് ലെയർ ഓഫ് ചെയ്തു. അതേപോലെ ഇലക്ട്രിക്കലും ഞാൻ വരച്ചിട്ടില്ല, എങ്കിലും ഇതിനകത്ത് അത്രയും ലെയേഴ്സ് ഞാൻ ഓഫ് ചെയ്തു. ടെക്സ്റ്റ് ഞാൻ ലെയർ ഓഫ് ചെയ്തു. ഞാൻ അതിന് മുമ്പായിട്ട് വോൾ ലെയർ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാർഡ്രോബ്, വോൾ ഹാച്ച് ഇരിക്കട്ടെ, ടെക്സ്റ്റ്, സ്റ്റെയർ, സാനിറ്ററി, നിങ്ങൾ എല്ലാ ലെയേഴ്സിനും ഓഫ് ചെയ്തു. കണ്ടാ, ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ ജസ്റ്റ് ലെയർ ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് കളഞ്ഞിട്ടില്ല. ജസ്റ്റ് ലെയേഴ്സിൽ ഞാൻ ഹൈഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ ഫയലിൽ അവിടെ തന്നെ കിടപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇതിപ്പോൾ സിമ്പിളായിട്ട് ഏത് വോളാണ് എഡിറ്റ് ചെയ്യാം. ഈ ഒരു എഡിറ്റിങ്ങിന് വേണ്ടി മാത്രമല്ല, നമുക്ക് 3D ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് പോലും ബൗണ്ടറി ചെയ്യുക, ലെയേഴ്സ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 3D Maxൽ ലെയറാണ് സെലക്ട് ആവുന്ന മെത്തേഡ്, അല്ലാണ്ട് സിംഗിൾ ലൈൻസ് അല്ല. 3D Max എപ്പോഴും പിക്ക് ചെയ്യുമ്പോഴത്തേക്കും എത്ര ലെയേഴ്സ് ഉണ്ട് എന്ന് മാത്രമേ 3D Max പിക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫയർ എന്തെങ്കിലും എറർ അങ്ങനെ എന്തെങ്കിലും ഡയമെൻഷൻ്റെ വ്യത്യാസം എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ RE എൻ്റർ അടിക്കുക, റീജൻ. പിന്നെ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആവശ്യമില്ലാണ്ട് നമുക്ക് കുറേ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിനകത്ത് ഇത്രയും ലെയേഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. സോ ഞാൻ ആവശ്യമുള്ള ഒരുപാട് ലെയേഴ്സ് ഞാൻ ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യട്ടെ. സോ ഞാൻ PU പെർജ് ഓപ്ഷൻ ചെയ്യാൻ പോകണം. അതിന് മുമ്പേ ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇത്രയും ലെയേഴ്സാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു TV ഏരിയ വരെ മുട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. സോ ഞാൻ PU എൻ്റർ അടിക്കുന്നു. PU എൻ്റർ, കൺഫേം ഈച്ച് ഐറ്റംസ് ടു ബി പർജ്ഡ്. ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ടിക്ക് ചെയ്യാം. രണ്ട് ഓപ്ഷൻ, അതായത് പർജ്ഡ്, നെക്സ്റ്റ് ഐറ്റംസ്, ഈ രണ്ട് ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് പർജ് ഓൾ കൊടുക്കുക, പർജ് ഓൾ ഐറ്റംസ് കൊടുക്കുക. ഇനി ഇതൊന്ന് ടൂൾ ബോക്സ് ക്ലോസ് ചെയ്തോ. നമ്മൾ ഫയലൊന്ന് സേവ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് നോക്കി, ഇപ്പോൾ ഇവിടം വരെ വന്നു. നേരത്തെ ഇവിടം വരെ ഉണ്ടായ ലെയേഴ്സാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാത്ത ലെയേഴ്സ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കൊന്നും ഈ ഹാഷിങ് കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നെങ്കിലാണ് ഇതിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള യൂസ് ചെയ്തിട്ടുണ്ടാവും, ബ്ലോക്കിൻ്റെ അകത്തുള്ള യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സോഫയുടെ ബാക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള, എവിടെയെങ്കിലും ഒരു ഡ്രോയിങ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ആ ഹാച്ച് ഇപ്പോഴും നിൽക്കുന്നത്. അതല്ലെന്നാണെങ്കിൽ ഇത്ര ഹാച്ചസ് ഉണ്ടാവില്ല. നമ്മൾ വരച്ച ലിമിറ്റഡ് ഹാച്ചസ് മാത്രമേ വരുള്ളൂ. സോ നിങ്ങൾ എപ്പോഴും വരക്കാനത് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. ഒന്ന് വോള്, വിൻഡോസ്, ഇതിനകത്ത് നോക്കണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. വിൻഡോസ്, വോൾ ഹാച്ച്, ടെക്സ്റ്റ്, സ്റ്റെയറും സെപ്പറേറ്റ് ചെയ്തു, സാനിറ്ററി ഐറ്റംസ്. പിന്നെ വോൾ ഹാച്ച് അല്ലാണ്ട് ഫർണിച്ചറിലെ ഹാച്ച് ഉണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലും സാനിറ്ററി ഐറ്റംസിൽ എന്തെങ്കിലുമൊക്കെ വേറെ ഹാച്ചസ് വരാൻ ചാൻസസ് ഒരുപാട് കൂടുതലാണ്. സോ 1-2 ഹാച്ചസ് എക്സ്ട്രാ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ ഫർണിച്ചർ ലേഔട്ട്, ഇലക്ട്രിക്കൽ, സീലിംഗ്, പ്ലംബിങ്, പിന്നെ ഡോസ്, വിൻഡോസ് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തെന്ന് തോന്നുന്നു. ഇല്ല, ഡോസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോസ് പോലും നമുക്ക് സെപ്പറേറ്റ് ലെയർ ആക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു വീടിനാണെങ്കിലും വലിയ വീടിനാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ വരച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സുഖമായിരിക്കും. ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഒരു വേരിയേഷൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് നമുക്കതിൽ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും അൺഹൈഡ് ചെയ്ത് നമുക്കത് ജസ്റ്റ് മൂവ് ചെയ്ത് കോപ്പി ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളുള്ളൂ. സോ മാക്സിമം എല്ലാവരും ലെയേഴ്സിലാക്കി തന്നെ വരക്കുക, ലെയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ത് വരച്ചാലും ലെയറിലാക്കാൻ തന്നെ ശ്രമിക്കുക. ഒന്നും 0 ലെയർ ഇട്ട് വരക്കാൻ നിൽക്കരുത്. കാരണം ഞാനിപ്പോൾ ഒന്നും തന്നെ ഈ 0 ലെയർ ഹൈഡ് ചെയ്ത് നിൽക്കറിയാം. 0 ലെയർ ഞാൻ ഒന്നും തന്നെ വരച്ചിട്ടില്ല. 0 ലെയർ ഇപ്പോൾ വെറും ബ്ലാങ്ക് ആണ്. നമ്മൾ ആദ്യമേ വരക്കുമ്പോൾ ഓട്ടോക്കാർഡ് നിങ്ങൾ ബിഗിനേഴ്സ് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ആദ്യം വരക്കുമ്പോൾ നമുക്ക് ലൈനിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു ജസ്റ്റ് വരക്കുമ്പോൾ തന്നെ വൈറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഫോൾ ലൈൻ എടുത്താലും സർക്കിൾ എടുത്താലും എല്ലാം വൈറ്റ് ലൈനാണ്. ഈ വൈറ്റ് ലൈൻ എന്ന് പറയണതാണ് ഈ 0 ലെയർ ആണ്. ഈ വൈറ്റ് ലൈൻ കറണ്ട് ലെയർ ഓഫ്, ആ വൈറ്റ് പോയി, ആ ലൈൻസ് എല്ലാം പോയി.
സോ ഞാനിപ്പോൾ എന്താ ഈ വൈറ്റുള്ള സംഭവം എൻ്റെ ഇതിനകത്ത് ഇല്ല, ഈ ഡ്രോയിങ്ങിലെ വൈറ്റ് ഇല്ല. അതുകൊണ്ട് എടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ലെയർ കൊടുക്കുമ്പോൾ ആ ലെയർ എന്താണെന്നും ആ ലെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു വോൾ, ഇപ്പോൾ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് ഏതെങ്കിലും വോൾ ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വോളിൻ്റെ ഒരു കളർ വേരിയേഷൻ കാണിക്കണമെന്ന് ഉണ്ടെന്നാണെങ്കിൽ, ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നുണ്ടെങ്കിൽ, ലെയറിൽ തന്നെ ഈ പ്രോപ്പർട്ടീസിനകത്ത് നമുക്ക് വേറൊരു കളർ കൊടുത്താലും അത് ലെയറിലാണ്. കാരണം വോൾ എന്നുള്ള സംഭവം ഓഫ് ചെയ്താലും അത് ലെയർ ആയതുകൊണ്ട് അത് പോയി, ആ ലൈൻ പോയി. നിൽക്കട്ടെ, ഹാച്ച് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഹാച്ച് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ ആ വോൾ അൺഹൈഡ് ചെയ്തുകൊണ്ടാണ്. ഇത് ശരിക്കും വയലറ്റ് കളറാണ്, ഇത് ഗ്രീനാണ്. കളർ വേരിയേഷൻ ഉണ്ട്, ബട്ട് അത് ഒറ്റ ലെയറിലായതുകൊണ്ട് അതൊന്നിച്ച് ഹൈഡായി. പക്ഷെ നമുക്ക് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്ക് ഇതുവരെ അതെന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ഈ പ്രോപ്പർട്ടീസ് ടൂൾ എടുക്കുക, ലെയർ അല്ല പ്രോപ്പർട്ടീസ് ടൂൾസിനകത്ത് നമുക്ക് ആ കളർ വേരിയേഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഏത് കളർ വേരിയേഷൻ നമുക്ക് കൊടുക്കാം. ഈവൻ നമുക്ക് തിക്നെസ് കൊടുക്കാം, ഡോട്ട് ലൈൻ ആക്കാം, മനസ്സിലായില്ലേ? പക്ഷെ ഇത് ഡോട്ട് ലൈൻ ആക്കിയാൽ പോലും ഞാൻ ആ ലെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹാച്ച് ആയിപ്പോയി, സോറി, ഞാൻ ലെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയറിൻ്റെ ഒപ്പം തന്നെ ആ വോൾ ഓഫായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ലെയർ തന്നെ ചെയ്ത് വെക്കുക, കളർ വേരിയേഷൻ ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനെ തിരിച്ച് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം പ്രോപ്പർട്ടീസ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡോട്ട് ലൈനും ഉണ്ട്, കളർ വേരിയേഷൻ ഉണ്ട്, ഒറ്റയടിക്ക് പിന്നെ ഞാൻ ഇതിനെ സെലക്ട് ചെയ്ത് 2 ലൈനും സെലക്ട് ചെയ്തിട്ട് തിരിച്ച് പച്ചയാക്കി തിരിച്ച് നോർമൽ ലൈനാക്കി വെക്കണേന സമയം പോകും. അതിനേക്കാൾ നല്ലത് MA മാച്ച് പ്രോപ്പർട്ടീസ്, MA എൻ്റർ അടിക്കുക, തൊട്ട് അതായത് ആ വോളിൻ്റെ അതേ ലെയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേസ്റ്റ്, എന്താ പറയുക, ബ്രഷ് ടൂൾ പോലൊരു ഇത് കാണിക്കും. ഉണ്ടാ ആ ഒരു മൗസ് പോയിന്റിൽ ഒരു ബ്രഷ് പോലെ കാണിക്കും. സോ ഇനി അത് കൊണ്ടുവന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഉണ്ടാ മാച്ച് ചെയ്യും, അതായത് ഇതിനോട് മാച്ചായി. അതാണ് മാച്ച് പ്രോപ്പർട്ടീസ്. അതിൽ തന്നെ അർത്ഥമുണ്ട് മാച്ച് പ്രോപ്പർട്ടീസ് എന്നുള്ളത്. പ്രോപ്പർട്ടീസ് അതേപടി മാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. താങ്ക് യു.